Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. NHS കോൺട്രാക്റ്റിന്റെ പേരിലുള്ള തർക്കങ്ങളെ തുടർന്ന് ഇംഗ്ലണ്ടിലെ പകുതിയോളം GP പ്രാക്ടീസുകളും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധ നടപടികൾക്ക് തുടക്കം കുറിച്ചതായി സർവേ. ഈ മാസം ആദ്യമാണ് കരാറിനെ സംബന്ധിച്ച് വോട്ട് ചെയ്ത് പ്രതിഷേധ നടപടികൾ തുടങ്ങാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങളായ ഫാമിലി ഡോക്ടർമാർ തീരുമാനിച്ചത്. സേവനങ്ങൾ മെല്ലെപ്പോക്കിലേക്ക് മാറ്റി NHS സേവനങ്ങൾ സ്തംഭിപ്പിക്കുമെന്നാണ് യൂണിയൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതിനകം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചതായി പൾസ് ട്രേഡ് മാഗസിൻ 283 GP പാർട്ണർമാർക്കിടയിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തി. 46% പേരാണ് പ്രതിഷേധം തുടങ്ങിയതായി അറിയിച്ചത്. മറ്റൊരു 20% അധികം വൈകാതെ നടപടിയിലേക്ക് നീങ്ങും. APNR സിസ്റ്റത്തിലെ തകരാർ മൂലം പരിസരത്തു കൂടി പോകാത്ത വാഹനങ്ങൾക്കും പിഴ. ബ്രിട്ടനിലെ ഡാറ്റ് ചാർജിനെതിരെ ഉയർന്നുവരുന്നത് ഒട്ടേറെ പരാതികളാണ്. ഡാറ്റ്ഫോർഡ് ടണലും ക്വീൻ എലിസബത്ത് II ബ്രിഡ്ജും ഉൾപ്പെടുന്ന ഡാറ്റ്ഫോർഡ് ക്രോസിംഗിനായുള്ള ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനമാണ് ഡാറ്റ് ചാർജ്. ഇംഗ്ലണ്ടിലെ കെന്റിൽ തേംസ് നദിക്ക് കുറുകെയുള്ള ഒരു പ്രധാന പാതയാണ് ഡാറ്റ്ഫോർഡ് ക്രോസിംഗ്. ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ ചാർജ് ഈടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് പണം പിരിക്കുവാനുള്ള ടോൾ ബൂത്തുകൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതിനു പകരം ക്യാമറകൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മനസ്സിലാക്കുകയും ചാർജുകൾ നിശ്ചയിക്കുകയുമാണ് ചെയ്യുന്നത്. വാഹനത്തിനും സമയത്തിനും അനുസരിച്ച് ചാർജുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അനുവദനീയമായ സമയപരിധിക്കുള്ളിൽ പണമടച്ചില്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് പെനാൽറ്റി നോട്ടീസ് നേരിടേണ്ടി വരും. ഗതാഗതം സുഗമമാക്കുന്നതിനും ക്രോസിംഗിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡാറ്റ്ഫോർഡ് ക്രോസിംഗിൽ കൂടി പോകാത്ത വാഹനങ്ങൾക്കും ഡാറ്റ് ചാർജ് ചുമത്തിക്കൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചതായി ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നു. അവിടെ നിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ബറിയിൽ താമസിക്കുന്ന ആൻ മേരിക്ക് ഈ രീതിയിൽ പെനാൽറ്റി നോട്ടീസ് വന്നത് വാർത്തയായിരിക്കുകയാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഒരിക്കലും അവിടെ പോയിട്ടില്ലെങ്കിലും ഡാറ്റ്ഫോർഡ് ക്രോസിംഗിൽ പണമടയ്ക്കാത്തതിന് പിഴ ലഭിച്ചതായി UK-ലെമ്പാടുമുള്ള ഡ്രൈവർമാരും പറയുന്നു. തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ UK-യിലേക്ക്. UK-യിൽ 3 മാസത്തെ ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടി നേതൃത്വം തനിക്ക് വിദേശയാത്രയ്ക്ക് അനുമതി നൽകിയതായി ശനിയാഴ്ച അറിയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മോശം പ്രകടനത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഈ സംഭവവികാസം. ഈ മാസം സെപ്റ്റംബർ മുതൽ നവംബർ വരെ ഫെലോഷിപ്പിനായാണ് അണ്ണാമലൈ UK-യിലേക്ക് പോകുന്നത്. എല്ലാവരെയും പഠിക്കാൻ പാർട്ടി എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ പ്രധാനമന്ത്രി മോദിയും BJP അധ്യക്ഷൻ JP നഡ്ഡയും തനിക്ക് പഠനത്തിനായി വിദേശയാത്രയ്ക്ക് പോകുവാൻ അനുമതി നൽകിയെന്ന് BJP നേതാവ് പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ ആശയം, നിങ്ങൾ പാർട്ടിയുടെ ഒരു സംസ്ഥാന തലവനാണെങ്കിലും നിങ്ങൾ പോകണം, പഠിക്കണം, തിരികെ വരണം, നിങ്ങളുടെ ജോലിയിൽ അറിവ് ഉപയോഗിക്കണം എന്നാണ്. US-ൽ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും കോവിഡ് ഉയരുന്നു. US-ലെ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ കൂടുന്നതായി റിപ്പോർട്ട്. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിൽ നിന്നുള്ള ഏറ്റവും പുതിയ മലിനജല ഡേറ്റ അനുസരിച്ച് US-ലെ പല സംസ്ഥാനങ്ങളിലും കോവിഡ് വൈറസ് കേസുകൾ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞത് 27 സംസ്ഥാനങ്ങളിൽ വളരെ ഉയർന്ന നിലയിലും 17 സംസ്ഥാനങ്ങളിൽ ഉയർന്ന നിലയിലും വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നു. പടിഞ്ഞാറൻ മേഖലയിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക്. പുതിയ കോവിഡ് വാക്സിനുകൾ ഉടൻ ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പരമ്പരാഗത നിരീക്ഷണ സംവിധാനം കുറഞ്ഞു വരുന്നതിനാൽ കമ്മ്യൂണിറ്റികളിലെ കോവിഡ് പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ ഉപകരണങ്ങളിൽ ഒന്നായി മലിനജല വിശകലനം ഉപകരിക്കുന്നുവെന്ന് ബോസ്റ്റൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ എപ്പിഡമിയോളജിസ്റ്റും ചീഫ് ഇന്നോവേഷൻ ഓഫീസറും ABC ന്യൂസ് കോൺട്രിബ്യൂട്ടറുമായ ഡോക്ടർ ജോൺ ബ്രൗൺസ്റ്റൺ പറഞ്ഞു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജനപ്രീതിയിൽ കമലയുടെ കുതിപ്പ്. US വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടം നടക്കുന്ന നിർണായക സംസ്ഥാനങ്ങളിലെല്ലാം കമല ഹാരിസിന് മുൻതൂക്കമെന്ന് അഭിപ്രായ സർവേകൾ പറയുന്നു. ഡോക്ടർ ബൈഡന് പകരം സ്ഥാനാർത്ഥിയായി കമല രംഗപ്രവേശനം ചെയ്തതോടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്ന മുന്നേറ്റം അവസാനിച്ചെന്നാണ് അഭിപ്രായ സർവേ നിരീക്ഷകരായ റിയൽ ക്ലിയർ പോളിറ്റിക്സ് കണക്കുകൾ. നേരത്തെ ബൈഡൻ ട്രംപിനേക്കാൾ പിന്നിലായിരുന്ന വിസ്കോൺസിൻ, മിഷിഗൻ എന്നീ സംസ്ഥാനങ്ങൾ കമല തിരിച്ചുപിടിച്ചു. ഈ രണ്ടിടത്തും പെൻസിൽവേനിയയിലും 4% പോയിന്റിന് മുന്നിലാണ് കമല. ഇനി നാട്ടിലെ വാർത്തകൾ. ലോറിയുടെ ജാക്കിയും മരവാതിൽ ഭാഗവും കണ്ടെത്തി. ഗംഗാവലിപ്പുഴയിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു.
ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രാദേശിക മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധയുമായ ഈശ്വർ മൽപ്പയാണ് ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത്. 3/4 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിൽ ഒരു ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിട്ടുണ്ട്. അധികം പഴയതല്ലാത്ത ജാക്കി ഭാരത് ബെൻസ് ലോറിയുടേത് തന്നെയാണെന്ന് ഉടമ മനാഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ജാക്കി കൂടാതെ മറ്റൊരു ലോറിയുടെ മരവാതിൽ ഭാഗവും മാൽപ്പെ കണ്ടെത്തി. ഇത് അർജുന്റെ ഒപ്പം പുഴയിൽ വീണെന്ന് കരുതുന്ന ടാങ്കർ ലോറിയുടേതാകാം. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് 4 സഹായികൾക്കൊപ്പം വീണ്ടും തിരച്ചിൽ തുടരുമെന്ന് മൽപ്പെ പറഞ്ഞു. കാലാവസ്ഥ അനുകൂലമായും മഴ കുറയുകയും ചെയ്തതോടെ നദിയുടെ അടിത്തട്ട് തെളിഞ്ഞു കാണാനാകുന്നുണ്ട്. അതുകൊണ്ട് തിരച്ചിൽ എളുപ്പമാകും. അർജുനെയും ലോറിയെയും കാണാതായ മറ്റു 2 പേരെയും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. തിരച്ചിൽ 3 ദിവസം തുടരുമെന്നും മൽപ്പെ പറഞ്ഞു. ഡോക്ടറുടെ കൊലപാതകം, രാജ്യവ്യാപക സമരത്തിന് ഡോക്ടർമാർ. ആർജികാർ ആശുപത്രിയിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം രാജ്യമെങ്ങും പടരുന്നു. ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരം അനിശ്ചിതകാല പണിമുടക്കിന് ഇന്നലെ സർക്കാർ ഡോക്ടർമാർ തുടക്കമിട്ടു. ഡൽഹിയിൽ എയിംസിൽ ഉൾപ്പെടെ അടിയന്തര സേവന വിഭാഗങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മഹാരാഷ്ട്ര റെസിഡൻസ് ഡോക്ടർമാരുടെ സംഘടന ഇന്നു മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു. അതേസമയം ദേശീയ വനിതാ കമ്മീഷൻ കൊൽക്കത്തയിലെത്തി കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബാംഗങ്ങളെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും കണ്ടു. 7 ദിവസത്തിനുള്ളിൽ കേസന്വേഷണം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പോലീസിന് അന്ത്യശാസനം നൽകി. അടുത്ത ഞായറാഴ്ച വരെയാണ് സമയം, അല്ലെങ്കിൽ കേസ് CBIക്ക് കൈമാറുമെന്നും മമത പറഞ്ഞു. ജില്ലതോറും മാതൃകാ സൗരഗ്രാമം. PM സൂര്യഭവനം പദ്ധതിയുടെ ഭാഗമായി 800 കോടി രൂപ ചെലവിൽ രാജ്യത്ത് എല്ലാ ജില്ലകളിലും മാതൃകാ സൗരഗ്രാമങ്ങൾ വരുന്നു. ഇതിനുള്ള മാർഗരേഖ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. പൊതു ആവശ്യത്തിനായി സോളാർ പാനലുകൾ, തെരുവ് വിളക്കുകൾ, കമ്മ്യൂണിറ്റി സോളാർ പ്ലാന്റ് എന്നിവ അടക്കം സ്ഥാപിക്കാനായി ഗ്രാമങ്ങൾക്ക് 1 കോടി രൂപ ഗ്രാന്റായി നൽകും. നിശ്ചിത കാലയളവിൽ ഓരോ ഗ്രാമവും കൈവരിക്കുന്ന പാരമ്പര്യേതര ഊർജ്ജശേഷി കണക്കാക്കിയാണ് മാതൃകാ ഗ്രാമങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനായി ജില്ലാതല സമിതികളുണ്ടാകും. 1 കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി സ്ഥാപിക്കുവാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM സൂര്യഭവനം. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ഹോക്കി ടീമിന് ഉജ്ജ്വല വരവേൽപ്പ്. ശ്രീജേഷും സംഘവും ഡൽഹിയിൽ തിരിച്ചെത്തി. ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരങ്ങൾ ഡൽഹിയിൽ മടങ്ങിയെത്തി. പാരീസിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മലയാളി താരം PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള സംഘം ഡൽഹിയിൽ വിമാനമിറങ്ങിയത്. ഡൽഹി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് ഇന്ത്യൻ സംഘത്തിന് ലഭിച്ചത്. ബുധനാഴ്ച ഇന്ത്യൻ താരങ്ങൾക്ക് ഹോക്കി ഫെഡറേഷന്റെ ഔദ്യോഗിക സ്വീകരണമുണ്ട്. താരങ്ങളുടെ കുടുംബങ്ങളും ഹോക്കി ടീമിനെ സ്വീകരിക്കുവാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഹോക്കിയിലെ വിജയം രാജ്യം ആഘോഷിക്കുകയാണെന്ന് ഇന്ത്യൻ താരം സുമിത് വാൽമീകി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ സ്നേഹം ഇപ്പോൾ ജനങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനിയും നന്നായി കളിക്കുവാൻ സാധിക്കും. ഒളിമ്പിക്സിൽ തകർപ്പൻ പ്രകടനമാണ് PR ശ്രീജേഷ് നടത്തിയത്. അദ്ദേഹം കാരണമാണ് ഞങ്ങൾ വെങ്കലം വിജയിച്ചതെന്നും സുമിത് വാൽമീകി പറഞ്ഞു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.29 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.